മണിച്ചേട്ടനൊക്കെ ആയിട്ടൊരു പടമാണ്. മണിച്ചേട്ടനായിട്ടുള്ള ഒരു സൗഹൃദം അപ്പയായിട്ട് നല്ല ഇവിടെ ഒന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് വേറൊരു വീടുണ്ടായിരുന്നു, അവിടെ ഒന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പിന്നെ വിളിക്കാൻ അന്വേഷിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. മണിച്ചേട്ടൻ അവര് ഓൾറെഡി ഒരുമിച്ച് നാടകം മറ്റേ മിമിക്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ ഒരുപാട് പടത്തിൽ മണിച്ചേട്ടൻ എനിക്ക് തോന്നുന്നു 10-15ഓളം സിനിമകളിൽ ബെൻ ജോൺസൺ അങ്ങനെ ഒരുപാട് പടത്തിലൊക്കെ അഭിനയിച്ചിട്ടുള്ള. ഈ ഫോട്ടോ ഇത് ദിലീപേണ്ട മായപ്പൊന്മൻ. അത് രണ്ടുപേരും അമ്പിളിച്ചേട്ടനും ഇവരുടെ ഒരു ഓർമ്മകള് അനിഫിക്കായിട്ട് വീട് അടുത്താണ്, കലൂരാണ് അനിഫിക്കയുടെ വീട്. അമ്പിളിച്ചേട്ടൻ പണ്ട് വീട്ടിൽ വന്നൊരു കഥയുണ്ട്. രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ പറഞ്ഞു അമ്പിളിച്ചേട്ടൻ ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ വരുമെന്ന് വെച്ചു. അപ്പൊ ഇവിടെ നമ്മുടെ ഇപ്പൊ വിവാന്ത എന്നുള്ള ഹോട്ടലില്ലേ, പണ്ട് വേറൊരു പേരായിരുന്നു അവിടെ. അപ്പൊ അവിടെ നിന്ന് അമ്പിളിച്ചേട്ടൻ വണ്ടിയൊന്നും പറഞ്ഞിട്ടോ, ഞാനൊരു ഓട്ടോയിൽ കയറി വന്നോളാന്ന് പറഞ്ഞിട്ട് രാത്രി അമ്പിളിച്ചേട്ടൻ അവിടെ നിന്ന് ഒരു ഓട്ടോയിൽ കയറി. അപ്പോൾ ഓട്ടോക്കാരൻ അവിടെ വെച്ചിട്ട് അമ്പിളിച്ചേട്ടനെ കണ്ടിട്ടില്ല. അപ്പൊ ഇവിടെ വീടിന്റെ അവിടെ ഒന്ന് കൊണ്ട് ഇറക്കി. അപ്പൊ ഓട്ടോക്കാരൻ വെയിറ്റ് ചെയ്ത് ചെയ്യാനും പറ്റുന്നില്ല കേട്ടാ, ഞാൻ ഇപ്പൊ തന്നെ പോകും. അപ്പൊ അമ്പിളിച്ചേട്ടൻ ഓട്ടോ നിന്ന് ഇറങ്ങിയിട്ട് അനിയ എത്രയായിരുന്നു ചോദിച്ചു. പിന്നെ പുള്ളി ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച് പുള്ളിനെ തിരിച്ചോട്ട് ആക്കിയിട്ട് ഓട്ടോക്കാരൻ പോലെ പുള്ളി കണ്ടില്ല ആരാണെന്ന് കയറി വിളിച്ചത്. ഈ ഒരു ഫോട്ടോയില് ഞാൻ കണ്ടു, ഇത് തന്നെയാണോ എനിക്ക് ഇതിനകത്ത് അത് തന്നെ പക്ഷെ ഏറ്റവും ഇളയ ആളാണ്, അപ്പയാണ് ഏറ്റവും ഇളയത്. അപ്പൊ ഇതിനകത്ത് 2 ചേച്ചിമാര് മരിച്ചുപോയി, റോസി ആന്റിയും ലീന ആന്റിയും കഴിഞ്ഞൊരു 4-5 മാസത്തിനിടയിൽ മരിച്ചുപോയി. ഫാമിലി അപ്പാപ്പൻ അമ്മമ്മ എല്ലാവരുള്ള ഫാമിലി. ഇത് ഈ വീട് പണിയുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? കാരണം ഒരു സമയത്ത് മലയാളസിനിമ വന്നിട്ട് ഒരു വീടൊന്നും ഇല്ലാതെ സാധാരണക്കാരിൽ നിന്നാണല്ലോ വന്നത്. അപ്പൊ ഒരു വീട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരിക്കും. പിന്നെ അത് ഒരു പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ചിലപ്പോ ഒരു അതെങ്ങനെ പറയുമ്പോൾ ആൾക്കാരെങ്ങനെ എടുക്കുമെന്ന് അറിയില്ല. ഈ ഇനാഗുറേഷനൊക്കെ വേണ്ടി വിളിക്കുമ്പോഴത്തേക്കും ചെറിയ വീട് അതൊക്കെ കാണുമ്പോഴത്തേക്കും അപ്പൊ വലിയ ഇതൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യം ഇങ്ങനെ വിചാരിച്ച് ഒരു കാര്യം ചെയ്യും, ഒരു പണയത്തിന് ഇച്ചിരി കൊള്ളാവുന്ന വീട്ടിലോട്ട് പണയത്തിന് മാറാന്ന്. അങ്ങനെ ഒരുപാട് വീടൊക്കെ പോയി കണ്ട് ഒരു കളമശ്ശേരിയിലൊരു വീട് പോയി കണ്ട്. അപ്പോൾ ഒരു പുള്ളി ബ്രോക്കർ പറഞ്ഞു മച്ചാനെ സൂപ്പർ വീടാണ്, നിസ്സാര കാശൊക്കെ വരുള്ളൂ പണയത്തിന്. അപ്പോൾ എന്നിട്ട് കളമശ്ശേരിയിലൊരു വീട് പോയി കണ്ട്. വീടെന്ന് പറഞ്ഞപ്പോൾ ബ്രോക്കർ പറഞ്ഞ് സൂപ്പർ വീടാണ്, അടിപൊളിയാണെന്ന് പറഞ്ഞ് ചെന്ന് ഞങ്ങൾ സന്ധ്യ സമയത്ത് ചെന്നപ്പോഴത്തേക്കും കുറേ റബ്ബറും തോട്ടത്തിനിടയിൽ ഒറ്റക്കൊരു വീട്. അത് കണ്ടാലേ പേടി. അപ്പൊ അന്നേ നിർത്തി. അപ്പൊ അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് വീടിന്റെ അടുത്ത് ഇങ്ങനെ ഒരു സ്ഥലം കണ്ടത്. അപ്പൊ അത് ആളോട് പോയി സംസാരിച്ച് കുഴപ്പമില്ലാണ്ട് കിട്ടി. പിന്നെ അങ്ങനെ പണിതൊരു 4-5 വർഷം കൊണ്ട് സ്വന്തമായിട്ടൊരു വീടായി. അന്ന് അങ്ങനെ പോയച്ചെങ്കിൽ പണയത്തിന് പോയി അങ്ങനെ നടന്നേന്. പിന്നെ അങ്ങനെ വെച്ച് കൊണ്ട് ഇപ്പൊ നമുക്കൊരു അഡ്രസ്സായി. ഈ വീട്ടിലെ ഇപ്പൊ അച്ഛനുള്ള സമയത്ത് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടൊരു സ്പേസ് ഏതായിരുന്നു ഇപ്പോഴും ഉണ്ടെങ്കിൽ, ഷൂട്ടൊന്നും ഇല്ലാത്തൊരു സമയത്ത്? അപ്പൊ ശരിക്കും എന്റെ ഓർമ്മയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 2006 ആ സമയത്താണ് വീട് വെച്ച്. 2007 വീട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനൊരു 3 വർഷക്കാലം ഇപ്പൊ വീട്ടില് ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ ഏറ്റവും കൂടുതൽ പഴയ വീട്ടിലായിരുന്നു. ഇവിടെ ആണെങ്കിലും അപ്പൊ പുറത്താണ്. അപ്പൻ്റെ വില മനസ്സിലാക്കുക എന്നൊരു സംഭവമുണ്ട്. അപ്പം മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ പറഞ്ഞ് 30 എന്നുള്ള ചടങ്ങുണ്ട്. അപ്പോൾ പറഞ്ഞ് അവിടെ അപ്പം സ്ഥിരം പോണ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അവിടേക്ക് പോയി പറയണം. ഞാൻ ചെന്നു. അപ്പോൾ ഞാനിങ്ങനെ അപ്പോഴും പുറത്തേക്കും പോകാറില്ല. അപ്പോൾ ഞാനിങ്ങനെ ചെന്ന് ഒരു ചായക്കടയാണ്. അപ്പോൾ അവിടെ ഞാൻ ചെല്ലുമ്പോഴത്തേക്കും നല്ല തിരക്ക് ആൾക്കാർ ആ സാമ്പാറോട് വിളിച്ചിട്ടുണ്ടോ മറ്റോട് മറിച്ചോട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവരുടെ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞു ചേച്ചി എന്താ മോനെ കഴിക്കാൻ വേണ്ട? അതല്ല ഞാൻ മച്ചാൻ്റെ മോനാന്ന് പറഞ്ഞപ്പോൾ ഒരു സാമ്പാർ നിർത്തി വെച്ചിട്ട് ഒരു ഒറ്റ കരച്ചിൽ കെട്ടിപ്പെടുത്തു. ഇവിടെ എപ്പോഴും വരുമായിരുന്നു. അത് അവരുടെ ആയിട്ടുള്ള സിങ്ക് ഭയങ്കര ഈ നാട്ടുകാർ നമ്മളെ നാട്ടുകാരോടൊക്കെ ഭയങ്കര ഇതായിരുന്നു.